ജനം ടിവിയുടെ സ്ഥാപക കാലം മുതൽ ചാനലിന്റെ മുൻനിര മുഖമായിരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ അനിൽ നമ്പ്യാർ ജനം ടിവിയിൽ നിന്നും രാജിവെച്ചു. അടുത്ത കാലത്ത് കാസർകോട്ടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അനിൽ നമ്പ്യാർ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റ് വലിയ തോതിൽ വിവാദമായിരുന്നു. ഈ വിവാദങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം സ്ഥാപനത്തിൽ നിന്നും പടിയിറങ്ങുന്നത്. ജനം ടിവി പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ചാനലിന്റെ പ്രധാന അമരക്കാരിലൊരാളായി പ്രവർത്തിച്ചു വരികയായിരുന്നു അനിൽ നമ്പ്യാർ. മുൻപ് സൂര്യ ടിവി ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങളിൽ മുതിർന്ന പദവികൾ വഹിച്ച ശേഷമാണ് അദ്ദേഹം ജനം ടിവിയുടെ ഭാഗമാകുന്നത്. ജനം ടിവിയിൽ എത്തിയതോടെ സംഘപരിവാർ മാധ്യമ പ്രവർത്തകരിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്തേക്ക് അനിൽ നമ്പ്യാർ വേഗത്തിൽ ഉയർന്നു വന്നിരുന്നു. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ സംഘപരിവാർ അനുകൂല നിലപാടുകളും ചാനൽ ചർച്ചകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വലിയ രീതിയിൽ ചർച്ചയാവാറുണ്ടായിരുന്നു. ചാനലിന്റെ പ്രൈം ടൈം ഡിബേറ്റുകളിലൂടെ RSS നിലപാടുകൾ ശക്തമായി ഉയർത്തിപ്പിടിച്ച മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. അതിനിടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായി ജനം ടിവി വിടാനുള്ള അദ്ദേഹത്തിന്റെ നീക്കം. തന്റെ രാജി അനിൽ നമ്പ്യാർ ജനം ടിവി മാനേജ്മെന്റിന് ഔദ്യോഗികമായി കൈമാറിക്കഴിഞ്ഞു. ഈ രാജിക്കത്ത് മാനേജ്മെന്റ് തത്വത്തിൽ അംഗീകരിച്ചതായാണ് ചാനലുമായി അടുത്ത കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ചാനൽ മാനേജ്മെന്റും അദ്ദേഹവും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് നിർണായക തീരുമാനം. പ്രമുഖ വ്യവസായി ചെങ്കൽ രാജശേഖരൻ നായരാണ് ജനം ടിവിയിലെ നിലവിലെ ചെയർമാൻ. പ്രശസ്ത സിനിമാ നിർമ്മാതാവ് സുരേഷ് കുമാർ ചാനലിന്റെ വർക്കിംഗ് ചെയർമാനായി പ്രവർത്തിക്കുമ്പോൾ മുതിർന്ന RSS നേതാവ് ജയകുമാറിനും നിർണായക ഭരണ ചുമതലയുണ്ട്. ഇവർ മൂവരും ചേർന്നാണ് അനിൽ നമ്പ്യാരുടെ രാജി അംഗീകരിക്കാൻ തീരുമാനമെടുത്തത് എന്നാണ് സൂചന. എന്നാൽ രാജിവാർത്തകളോട് അനിൽ നമ്പ്യാർ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയോ മറ്റ് മാധ്യമങ്ങളിലൂടെയോ രാജിവാർത്തയെക്കുറിച്ച് അദ്ദേഹം വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല. നിലവിൽ മറ്റ് സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം പ്രതികരണങ്ങൾ നടത്തുന്നുമുണ്ട്. അതേസമയം അനിൽ നമ്പ്യാർ ജനം ടിവി മാനേജ്മെന്റിന് രാജി നൽകിയ കാര്യം അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും സ്ഥിരീകരിക്കുന്നുണ്ട്. കാസർഗോഡ് വിവാദത്തിന് ശേഷം ചാനൽ നേതൃത്വവും അദ്ദേഹവും തമ്മിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ജനം ടിവി വിടുന്നതോടെ അനിൽ നമ്പ്യാരുടെ പുതിയ നീക്കങ്ങളെക്കുറിച്ചും ചർച്ചകളും ഒക്കെ മാധ്യമരംഗത്ത് സജീവമായിട്ടുണ്ട്. സർവീസിൽ നിന്നും വിരമിച്ചൊരു പ്രമുഖ IAS ഉദ്യോഗസ്ഥനുമായി ചേർന്ന് പുതിയൊരു മാധ്യമ സംരംഭം ആരംഭിക്കാനുള്ള ചർച്ചകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന നിർണായക സൂചന. പുതിയ വാർത്താ പോർട്ടലോ ഡിജിറ്റൽ മാധ്യമ പ്ലാറ്റ്ഫോമോ ആരംഭിക്കാനാണ് അനിൽ നമ്പ്യാരും സംഘവും ലക്ഷ്യമിടുന്നത് എന്നതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ഇതിനായുള്ള പ്രാഥമിക ചർച്ചകളും സാമ്പത്തിക നിക്ഷേപ സംബന്ധമായ കൂടിച്ചേരലുകളും തലസ്ഥാനം കേന്ദ്രീകരിച്ച് നടന്നു വരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും അനിൽ നമ്പ്യാർ രാജിവെച്ചിരിക്കുന്നു. ജനം ടിവി പോലെയൊരു മാധ്യമ സ്ഥാപനത്തിന്റെ മുഖമായിരുന്നു അനിൽ നമ്പ്യാർ. അവിടുത്തെ ഏറ്റവും പ്രമുഖ ജേർണലിസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരാൾ രാജിവെക്കുന്നത് എന്തായാലും ശ്രദ്ധേയമായ വാർത്ത തന്നെയാണ്. അദ്ദേഹത്തിന്റെ പുതിയ നീക്കങ്ങൾ അതും ചർച്ചയിൽ വരുന്നുണ്ട്. പുതിയ ചാനലാണോ അതോ ഓൺലൈൻ പോർട്ടലാണോ തുടങ്ങിയ കാര്യങ്ങളും എന്തായാലും അദ്ദേഹം ചർച്ചയിലാണ് എന്നതാണ് അദ്ദേഹവുമായി അടുത്ത ബന്ധങ്ങൾ സ്ഥിരീകരിക്കുന്നത്.